നമസ്കാരം. ജമ്മു കാശ്മീരിൽ വർഷങ്ങളായിട്ട് അവിടുത്തെ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ, അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഇവരെ കശ്മീരിൽ നിന്നും ജമ്മുവിൽ നിന്നും കൊന്നൊടുക്കി ഇല്ലായ്മ ചെയ്യുക, ജമ്മു കാശ്മീർ ഞങ്ങളുടെ സ്വന്തമാണ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരുടെ പ്രവർത്തനം ഇപ്പോഴും അവിടെ തുടരുന്നു. കാരണം കാശ്മീരിലെ സൈനികർക്ക് നേരെയും പോലീസിന് നേരെയും വെടിയുതിർക്കുകയും അവരെ കൊന്നുകളയുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ നിരന്തരമായിട്ട് പല ഭീകരാക്രമണങ്ങളും കാശ്മീരിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിഹാദി ഗ്രൂപ്പുകൾ രാജ്യദ്രോഹികൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും അവരെ അടിച്ചമർത്താനും ഒരു പരിധിവരെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഭീകരർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തത് കശ്മീരിലെ ഹിന്ദു സമൂഹത്തെയാണെന്നുള്ളത് തർക്കമില്ല. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. കശ്മീരിലെ കത്വയിൽ ദർശൻ സിംഗ്, യോഗേഷ് സിംഗ്, വരുൺ സിംഗ് എന്ന് പറയുന്ന 3 ചെറുപ്പക്കാരെ ജിഹാദികൾ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്താണ് ഇവരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇതുപോലെ ക്രൂരമായിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഭീകരർ ഇവരെ കൊന്നിട്ട് ഒരു കൊക്കയിലേക്ക് എറിയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇത് കൃത്യമായിട്ട് ഭീകരാക്രമണമാണ് എന്നുള്ളത് സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിലൊരു തർക്കമില്ല. മറ്റു രീതിയിലുള്ള വിഷയങ്ങളല്ല. അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ജിഹാദി ഗ്രൂപ്പുകൾ വർഷങ്ങളായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രയത്നം അവർ അതിൽ നിന്ന് 1% പോലും പുറകോട്ട് പോകുന്നില്ല. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഭീകരവാദികൾക്ക് വലിയ തരത്തിൽ അസ്വസ്ഥതയുണ്ടാകുന്നത് ഏത് കാലഘട്ടം മുതലാണെന്ന് നമ്മൾ ചിന്തിക്കുക. സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് പറ്റിയിരുന്നത് 2014 വരെയാണ്. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഒരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു സംഭവം വന്നിരിക്കുകയാണ്. സ്വസ്ഥമായിട്ട് ഇനി ഇതുപോലെ ആക്രമണങ്ങൾ നടത്തി വീണ്ടും അടുത്ത പുതിയ ആക്രമണ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ സെറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല എന്ന് ഇവർ തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇപ്പോൾ പുതിയ രീതികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ ഏകപക്ഷീയമായിട്ട് ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് കൊന്നുകളയുന്നതിനായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള നടപടി വിഷയങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ വലിയ രീതിയിൽ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ 1980 ശേഷമുള്ള സമയത്ത് ഹിന്ദുക്കൾക്ക് നേരെ നടന്നിരിക്കുന്ന വേട്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തെ ജമ്മു കാശ്മീരിൽ അവർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകുന്ന തരത്തിലേക്കാണ്. പുരാതനമായിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും അടക്കം ഈ ഭീകരന്മാർ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? പാകിസ്ഥാനെ പോലെ ഒരു രാജ്യമാക്കി ജമ്മു കാശ്മീരിനെ മാറ്റുക, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിനെ ഒരു പ്രത്യേക സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുക. ഇതിനുവേണ്ടി എത്രത്തോളം ചോരൊഴിക്കാലും എത്രത്തോളം യുവാക്കളെ ഇതിൽ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും ഇത് പൂർണ്ണമായിട്ടും മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അവസാനമായിട്ട് കശ്മീരിൽ സ്ഥാപിക്കപ്പെട്ടുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന. ഇത് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള പ്രധാനപ്പെട്ട കുറേ ഭീകരവാദ സംഘടനകൾ പ്രാദേശികമായിട്ട് ഇവരുടെ സ്വാധീനത്താൽ നിരവധി യുവജനങ്ങളെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടന രൂപീകരണം കൂടിയായിരുന്നു ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നുള്ളത്. ഇവർക്ക് സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകൾക്ക് സാമ്പത്തികം വലിയ രീതിയിൽ നൽകിയിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയെ കൂടി കേന്ദ്ര സർക്കാർ കശ്മീരിൽ നിരോധിച്ചിരുന്നു. അത് ജമാഅത്ത് ഇസ്ലാമി കശ്മീറാണ്. അപ്പോൾ ഈ സംഘടനയെ നിരോധിച്ച സമയത്ത് ഏകദേശം 10,000-ഓളം മദ്രസകൾ ഇവരുടെ പൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. കൂട്ടത്തിൽ 5,000-ന് മുകളിൽ കോടി രൂപ സർക്കാർ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് ബാൻ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആളുകൾ, വലിയ ഗ്രൂപ്പുകൾ ഇപ്പോഴും ഇവിടെ സംഘടിതമായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർക്കിപ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ളൂ: രാജ്യത്തെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക, അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുക. അപ്പോൾ ഈ അട്ടിമറി നടക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താതെ നിൽക്കുന്ന BJP സർക്കാരിനെ ഒരു പ്രതിരോധത്തിലാക്കുക എന്നുള്ള നയം കൂടി ഇവന്മാർക്കുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലെ MP-മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ BJPയെ ഇല്ലായ്മ ചെയ്യണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിരവധി വർഷങ്ങളായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. 2014 മുന്നേ നമ്മുടെ രാജ്യം കണ്ടിരുന്ന കൂട്ടക്കുരുതുകൾ എന്താണ്, അത് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ബോധ്യമാകും. ഇതൊന്നും നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും
ഇതിനെ പിന്തുണക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ പല ആളുകളും പിന്തുണക്കുന്നില്ലെങ്കിലും അതിനെ വിമർശിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നുണ്ട്. അവരാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലുള്ളത്. കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഈ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പ്രാദേശിക DMK അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം പോലെയാണെങ്കിലും ആം ആദ്മി പാർട്ടിയാണെങ്കിലും ഇവരാരും തന്നെ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരെ സംസാരിക്കാറില്ല. ഇവർ കൃത്യമായിട്ട് ഇവരുടെ ഒരു തണലിൽ തന്നെ ഇവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഭരണകക്ഷിയായിട്ടുള്ള BJPയെ മാത്രം ഇവർ എതിർക്കുന്നു എന്ന് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സംരക്ഷണം, സുരക്ഷിതത്വം എന്നുള്ളത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മറ്റ് ഇപ്പോൾ സിറിയ പോലെ പാകിസ്ഥാൻ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഇവർ പരിശ്രമിക്കുന്നുണ്ട്. ഈ പരിശ്രമങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നത് കൊണ്ട് തന്നെയാണ് BJPയെ തകർക്കുക എന്നുള്ള നിലപാടുമായിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ ഭീകരവാദ സംഘടനകൾ മുന്നോട്ട് വരുന്നത്. ഇവർ പലതരത്തിൽ അതിന് ശ്രമിക്കുന്നു. ഇപ്പോൾ ഇവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാശ്മീരിലെ സൈന്യത്തിനെ പല രീതിയിൽ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നോട്ട് പോവുകയാണ്. കാരണം ഇവർക്ക് മാത്രമാണ് നഷ്ടം ഉണ്ടാകുന്നത്. കാരണം ജമ്മു കാശ്മീരിൽ ഭീകരവാദികളുടെ പല ഓപ്പറേഷനുകളും തകർത്ത് കളയുക, ഇവരുടെ കേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്യുക, പല സ്ഥലങ്ങളിൽ ഇവർ ഒളിച്ചിരുന്ന് മാസങ്ങളോളം ഒളിച്ചിരുന്ന് ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുണ്ട്. പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറം കടന്ന് പോയി തന്നെ പാകിസ്ഥാനിൽ പോയി തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ജമ്മു കാശ്മീരിലെ പല പ്രദേശങ്ങളിലും ഒളിച്ചിരുന്ന് എന്താ പറയുക തമ്പടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സൈനികരെയും പോലീസിനെയും ആക്രമിച്ചിരുന്ന ഭീകരവാദികൾക്ക് ഇപ്പോൾ സ്വസ്ഥമായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിരവധി ഓപ്പറേഷനുകളിലൂടെ ഇവരുടെ പല നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ സേനക്ക് സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മുഖമുദ്ര. രാജ്യസുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം കൊടുക്കുന്നത്. കൂട്ടത്തിൽ ജമ്മു കാശ്മീരിൻ്റെ നിലവിലെ ഒരു വികസന കാര്യങ്ങൾ 40,000 കോടി രൂപയാണ് മോദി സർക്കാർ കശ്മീരിന് വേണ്ടി നൽകിയത്. പക്ഷേ ഇതെപ്പോഴാണ് നൽകിയത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഇത് നൽകിയത് കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചതിന് ശേഷം മാത്രമാണ്. അല്ലാതെ അവിടെ പണം ഇറക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജിഹാദി ഗ്രൂപ്പുകളെ കൃത്യമായിട്ട് അടിച്ചമർത്തി കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു കാരണവശാലും ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് യോജിക്കാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക നിയമം ഒരു സംസ്ഥാനത്തിന് മാത്രം നൽകി ഒരു പദവി നൽകിക്കൊണ്ട് ഭീകരവാദികൾക്ക് അവിടെ അഴിഞ്ഞാടാനുള്ള ഒരു ലൈസൻസ് മുൻ കോൺഗ്രസ് സർക്കാർ കൊടുത്തതിൻ്റെ പേരിലാണ് കാശ്മീർ ഇത്രയും കാലം അശാന്തിയായിട്ട് നിറഞ്ഞു നിന്നത്. ഇതിനെയാണ് മോദി സർക്കാർ അടിച്ചമറി നിസ്സാരമായിട്ട് ഈ സംവിധാനത്തെ എല്ലാം എടുത്തു കളഞ്ഞ് ഭീകരവാദികളെ പൂർണ്ണമായിട്ട് ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കും നിരവധി ആളുകളെ തീർത്ത് കളയുന്ന തരത്തിലേക്കുള്ള ഒരു സിറ്റുവേഷൻ മോദി സർക്കാരിന് ചെയ്യാൻ സാധിച്ചു. ഇത് വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഗുണകരമായി. അതിൻ്റെ പേരിൽ തന്നെ കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയും കൂട്ടത്തിൽ അവിടെ വികസനം വലിയ രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥ. നിരവധി യുവാക്കൾ ജോലി തേടി ഈ ഭീകരവാദ ഗ്രൂപ്പുകളുടെ പുറകെ പോകേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നില്ല. ജോലി തേടി എന്ന് പറഞ്ഞാൽ സൈനികരെ കല്ലെറിയുക, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കാശ്മീരിൽ നിരവധി വർഷങ്ങളായിട്ട് യുവാക്കളെ വഴിതെറ്റിച്ച് വിടാൻ വേണ്ടിയിട്ട് ജിഹാദി ഗ്രൂപ്പുകൾ ശ്രമിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി രാജ്യത്തിനൊപ്പം രാജ്യത്തിൻ്റെ മുന്നേറ്റങ്ങൾക്കൊപ്പം നിലകൊള്ളുക എന്നുള്ള നയത്തിലേക്ക് അവിടുത്തെ യുവജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകളെ കൊലപ്പെടുത്തി അവിടെ ഒരു വർഗീയമായിട്ടുള്ള ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് ജിഹാദി ഗ്രൂപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും കത്വയിൽ മരണപ്പെട്ട ഈ ചെറുപ്പക്കാരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള അന്വേഷണമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്.